റംസാൻ നോമ്പ് തുടങ്ങി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചില രോഗികളുണ്ട്, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ മരുന്നുകളെ ക്രമീകരിക്കുന്ന ചില പ്രവണതകൾ കാണാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ മരുന്നുകൾ ക്രമീകരിക്കുക. അത്താഴം കഴിച്ചതിന് ശേഷം മാത്രം നോമ്പെടുക്കാൻ ശ്രമിക്കുക. അത്താഴം കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കാനും ശ്രമിക്കണം. നോമ്പ് തുറക്കുന്ന സമയത്ത് സിട്രസ് ആയിട്ടുള്ള പാനീയങ്ങൾ പരമാവധി ഒഴിവാക്കാനും ശ്രമിക്കുക. നോമ്പ് തുറന്ന ഉടനെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കണം. അതുപോലെ തന്നെ എണ്ണ പലഹാരങ്ങളും എണ്ണക്കടികളും ധാരാളമായി കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. നോമ്പ് തുറന്നതിന് ശേഷം അല്പാൽപമായിട്ട് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. ശക്തമായ വേനൽ ആയതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ നോമ്പ് എടുക്കുമ്പോഴും നോമ്പ് മുറിക്കുമ്പോഴും ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. വെള്ളം കുടിക്കുന്ന സമയത്ത് അറ്റ് എ ടൈം ഒരുപാട് വെള്ളം കുടിക്കാതെ അല്പാൽപമായിട്ട് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. രോഗികളുടെ രോഗാവസ്ഥ അനുസരിച്ചിട്ട് നോമ്പെടുക്കാനും ശ്രദ്ധിക്കണം. രോഗികൾക്ക് നോമ്പെടുക്കുന്നതിൽ ഇളവുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ രോഗാവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കി